നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നിരാശപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? ഒരിക്കലെങ്കിലും നിരാശ അനുഭവിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹിച്ചതിന് വിപരീതമായി ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ നിരാശ കടന്നു വരുന്നത് അല്ലേ? ഇപ്പോൾ നിങ്ങൾ PSC ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു. വീട്ടുജോലികളൊക്കെ ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങളെയും നോക്കിയതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന വീട്ടമ്മമാരുണ്ട്. വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് ജോലിക്ക് പോയതിന് ശേഷം രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അല്ലാതെ നമ്മൾ ഓഫ്ലൈൻ ബാച്ചിലൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ബസ് ഫെയറൊക്കെ കൊടുത്ത് ഒരുപാട് പൈസ ചിലവാക്കി പഠിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഒരു സർക്കാർ ജോലി. പക്ഷേ നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് വിചാരിച്ചത്ര മാർക്ക് നേടാൻ പറ്റാതിരിക്കുമ്പോൾ, ആ ലിസ്റ്റിൽ നമ്മൾ കയറാതെ നമ്മൾ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വലിയ ഒരു നിരാശ കടന്നു വരും അല്ലേ? പിന്നീട് ആ നിരാശയിൽ നിന്ന് ഒരല്പം കരകയറി ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ വീണ്ടും അടുത്ത എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഇതേ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ 2 3 വർഷം 4 5 വർഷം ട്രൈ ചെയ്തിട്ടും വീണ്ടും നമുക്ക് അടിക്കടി പരാജയമാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ ഒരു വലിയ നിരാശയിലേക്ക് നമ്മൾ കൂപ്പുകുത്തും. അടിക്കടി നിരാശ മനസ്സിനെ ബാധിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുന്നത്. ഈ നിരാശ പിന്നീട് വലിയ ഒരു ഡിപ്രഷനിലേക്ക് ചിലർക്കൊക്കെ മാറിയേക്കാം. ജീവിതത്തിൽ എനിക്കൊരിക്കലും വിജയം നേടാൻ കഴിയില്ല, എപ്പോഴും എനിക്ക് പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു നല്ല കാര്യവും സംഭവിക്കില്ല എന്നിങ്ങനെ സ്വയം മനസ്സിനെ പഴിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പഴി പറഞ്ഞുകൊണ്ടും ജീവിതം മുന്നോട്ട് പോയി വളരെയധികം നിരാശയും ഡിപ്രഷനുമായി നിരാശയിലേക്ക് കൂപ്പുകുത്തുന്ന ആ ഒരു അവസരത്തിൽ ചിലർ ഒരു ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവർ, ഒരു ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യുന്നവരും ഉണ്ടാവാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കരകയറേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ആവശ്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്: ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം താൽക്കാലികം മാത്രമാണ്. സ്ഥിരമായ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. മരണം പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായ ഒരു നഷ്ടം എന്ന് പറയാനുള്ളത്. എങ്കിലും ആ മരണം എന്ന വേർപാടിൻ്റെ ദുഃഖം പോലും വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ മാറ്റിയെടുക്കാറുണ്ട്. വല്ലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു വേർപാട് കടന്നു വരുമ്പോൾ ഒരൊറ്റ കണ്ണുനീരായി നമ്മുടെ മനസ്സിൽ അത് നിലനിൽക്കും എന്നല്ലാതെ നമ്മൾ ആ മരണത്തെക്കുറിച്ച് ഓർത്ത് തള്ളി നീക്കാറില്ല എന്നതാണ് ഒരു നഗ്ന സത്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുന്ന അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ ജനിപ്പിച്ച് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത് ജീവിതത്തിൽ പരാജയപ്പെട്ട് തോറ്റ് പിന്മാറാനല്ല. അത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പരാജയങ്ങളും താൽക്കാലികമായ ഒരു തിരിച്ചടികൾ മാത്രമാണെന്ന് തിരിച്ചറിയുക. ഈ ഒരു അവസ്ഥ നാളെ ഒരുപക്ഷെ മാറിയേക്കാം എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ജീവിതത്തിൽ ഒന്നും തന്നെ ശാശ്വതമല്ല അല്ലേ? ഒരു നഷ്ടപ്പെടലുകളും നമുക്ക് ശാശ്വതമല്ല. നേടിയെടുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് മാറാത്തതായി ഒന്നുമില്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ് പ്ലേഗ് എന്ന ഒരു മാരക രോഗം നമ്മുടെ രാജ്യത്തെ ഒട്ടാകെ ബാധിച്ചിരുന്നു അല്ലേ? അന്ന് ഒരുപാട് പേർ അതിൽ മരണം കൈവരിച്ചു. ഒരുപാട് പേർക്ക് ഉറ്റവരെയും ഉടവരെയും ഒക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് അതിൽ നിന്ന് എല്ലാവരും കരകയറി. അതിനുശേഷം കോളറ ബാധിച്ചു. അതിൽ നിന്നും കുറേ നാളുകൾക്ക് ശേഷം ലോകം പഴയതുപോലെ തന്നെ തിരിച്ചു വന്നു. ഇപ്പോൾ ഈ അടുത്ത് നമ്മളെല്ലാവരെയും ബാധിച്ച ഒരു വലിയ മാരക രോഗമാണ് കൊറോണ അല്ലേ? അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. വളരെ കുഞ്ഞു കുട്ടികൾ മുതൽ ഒരുപാട് പ്രായമായവർ വരെ, അല്ലെങ്കിൽ മരണത്തിലായാലും അല്ലെങ്കിൽ രോഗം വന്ന് മാറിയിട്ടായാലും അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു ജീവിതത്തിൽ നിന്നെല്ലാം നമ്മൾ മാറി അല്ലേ? കൊറോണ എന്ന രോഗം വന്നപ്പോൾ നമ്മുടെ ലോകം മുഴുവനും നിശബ്ദമായി അല്ലേ?
ഒരില പോലും അനങ്ങാതെ നമ്മുടെ ചുറ്റുപാടും നിലച്ചു. പക്ഷേ പിന്നീടിപ്പോൾ എല്ലാം പഴയതുപോലെയായി. ലോകം ചലിക്കാൻ തുടങ്ങി. എല്ലാവരും ജോലി ചെയ്യാൻ തുടങ്ങി. പണം സമ്പാദിക്കാൻ തുടങ്ങി. ബിസിനസ്സുകൾ വളരാൻ തുടങ്ങി. അല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടേയില്ല ഈ ഒരു രോഗം പെട്ടെന്ന് തന്നെ മാറുമെന്നും നമ്മുടെ ഈ ലോകവും നമ്മുടെ ജീവിതവും പഴയതുപോലെ ആകുമെന്ന് അന്നൊന്നും നമ്മൾ വിശ്വസിച്ചതേയില്ല. പക്ഷെ എല്ലാം പഴയതുപോലെ ആയില്ലേ? വീണ്ടും നമ്മൾ എക്സാമുകൾക്ക് പഠിക്കാൻ തുടങ്ങി. പരീക്ഷയിൽ പാസ്സാവാൻ തുടങ്ങി. നിയമനം നടക്കാൻ തുടങ്ങി. ഒരുപാട് പേർക്ക് ജോലി ലഭിച്ചു. അല്ലേ? അങ്ങനെ നമ്മുടെ ജീവിതം പഴയതുപോലെ തന്നെയായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും അതൊരിക്കലും സ്ഥിരമായ ഒരു പ്രശ്നമല്ല, സ്ഥിരമായ ഒരു തിരിച്ചടിയല്ല. ഒരു വലിയ കാർമേഘം ആകാശത്തെ മൂടിക്കഴിഞ്ഞാലും അതിനുശേഷം കാർമേഘം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണോ നമ്മൾ കരുതാറ്? അല്ല. ആ കാർമേഘം ഒരു ദിവസം പെയ്തൊഴിയുക തന്നെ ചെയ്യും. അതിനുശേഷം തെളിഞ്ഞ ഒരു ആകാശം നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന ശുഭാപ്തി വിശ്വാസം എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുക. ജീവിതത്തിൽ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പരാജയങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികളെല്ലാം താൽക്കാലികമാണ്. അതിനുശേഷം നമുക്ക് കരകയറാനുള്ള സമയം ഒരുപാടുണ്ട്. ഇനി ഒരുപാട് വിജയത്തിലേക്ക് നമ്മൾ എത്തുമെന്ന് ചിന്തിക്കുക. നമുക്ക് മുന്നേ ഇതുപോലെ പരാജയങ്ങളിൽ തകർന്നു വീണവരെല്ലാം വീണിടത്തിൽ നിന്നും എഴുന്നേറ്റ് ഒരുപാട് ദൂരം മുന്നോട്ട് ഓടി വിജയത്തിൻ്റെ നെറുകയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുക. നമുക്കും വീണിടത്തിൽ നിന്ന് എഴുന്നേൽക്കാം. പരാജയങ്ങളിൽ തളരാതിരിക്കുക. വിജയി പരിമിതികളിൽ അവൻ്റെ സാധ്യതകൾ കാണുന്നു. എന്നാൽ പരാജയപ്പെടുന്ന ഒരാൾ അവൻ്റെ സാധ്യതകളിൽ കാണുന്നത് പരിമിതികളാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരിമിതികൾ നിശ്ചയിക്കാതിരിക്കുക. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് മുന്നിൽ ഒരു വലിയ വഴി തന്നെ തുറന്നു കിടക്കുന്നുണ്ട് എന്ന് എപ്പോഴും ചിന്തിക്കുക. ഒരു സങ്കടവും നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമല്ല, അല്ലേ? ഒരു രാത്രി സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഈ ലോകം അവസാനിക്കുന്നില്ല. വീണ്ടും ഒരു പ്രഭാതം നമുക്കുണ്ടാവുന്നുണ്ട്. പഴയതുപോലെ കിളികൾ പാട്ടുപാടുന്നുണ്ട്. പഴയതുപോലെ എല്ലാ ജീവജാലങ്ങളും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു രാത്രി പ്രഭാതമായി മാറിയേക്കാം. ഓരോ രാത്രിയും അവസാനിക്കുന്നത് പ്രഭാതത്തിലാണ്. നമ്മുടെ നിരാശകളും നമ്മുടെ പരാജയവും നമ്മുടെ സങ്കടങ്ങൾക്കുമെല്ലാം ഒരു മറുപുറമുണ്ട്, അല്ലേ? ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു സങ്കടത്തിന് ഒരു സന്തോഷമുണ്ട്. ഒരു രാത്രിക്ക് ഒരു പകലുണ്ട്. ഒരു നിരാശയ്ക്ക് ഒരു ആശയുണ്ട്. അപ്പോൾ എപ്പോഴും മനസ്സിനെ ശുഭാപ്തി വിശ്വാസത്തോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. നന്നായി കഠിനാധ്വാനം ചെയ്യുക. ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുക. ശുഭാപ്തി വിശ്വാസം മനസ്സിൽ നിന്നും വീണുടയാതിരിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.